ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, എന്നെ ഇവിടെ കുറച്ച് ആൾക്കാർ എൻ്റെ വീടിൻ്റെ അടുത്ത് കാണാൻ വന്നപ്പോൾ അവരൊരു 10-15 പേരുണ്ടായിരുന്നു കേട്ടോ. പതിവില്ലാതെ ഒരു സന്ധ്യയ്ക്ക് കാണാൻ വീട്ടിലേക്ക് ആൾക്കാർ വരുമ്പോൾ ഭയന്ന് പോകും. കാരണം നമുക്കങ്ങനെ ഇത്ര ആൾക്കാർ ഒന്നിച്ച് വരാനൊന്നുമില്ല. അപ്പം എന്താ കാര്യം എന്നൊക്കെ ഞങ്ങൾ ചിന്തിച്ചു. അപ്പോൾ അവർ കാര്യം ഒന്ന് ബെല്ലടിച്ച് ഞാൻ വാതിൽ തുറന്നു. അപ്പം നമ്മുടെ ജോണേട്ടനാണ്. അപ്പോൾ ജോണേട്ടൻ 2-3 ദിവസം മുമ്പ് എന്നെ കണ്ടിരുന്നു. ഞങ്ങൾ സംസാരിച്ചു. അത് വല്ലാത്തൊരു വിഷയമായിരുന്നു. അത് ഞാൻ നിങ്ങളോട് പറയണോ വേണ്ടയോ എന്ന് ഞാൻ ആലോചിച്ചിരുന്നു. പക്ഷെ എന്നാൽ ഇപ്പോൾ അത് ഞാൻ നിങ്ങളോട് പറയുകയാണ്. എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തൊരു ഫാമിലി താമസിക്കും. അവിടെ ഒരു 17 വയസ്സുകാരൻ മോനുണ്ട്, 18 വയസ്സുള്ള അവൻ്റെ ചേച്ചിയുണ്ട്. അവൻ്റെ അച്ഛൻ കണ്ണൂർ എവിടെയാണ് ജോലി എടുക്കുന്നത്, ഗവൺമെൻറ് ജോലിയാണ്. അമ്മ ടീച്ചറാണ്. അപ്പോൾ ഇവിടെ അടുത്തുള്ള സ്കൂളിലാണ്, ഗവൺമെൻറ് സ്കൂളിലെ ടീച്ചറാണ്. എല്ലാം ആയിക്കോട്ടെ. എന്നും ഇവിടുന്ന് ഒച്ചപ്പാടും ബഹളവും വഴക്കും. ഒരു ടീച്ചറാണെന്നുള്ള ഒരു ചിന്ത അവർക്കും ഇല്ല. ഇത് എൻ്റെ അമ്മയാണ്, എൻ്റെ സഹോദരിയാണ് എന്നുള്ളൊരു ചിന്ത ഈ 17 വയസ്സുകാരനായ +2കാരനും ഇല്ല. എന്ന് അവൻ ഓരോ ദിവസം ഓരോ ആവശ്യങ്ങളാണ്. നമുക്ക് കേൾക്കാം, എന്താണ് എനിക്കിത് വാങ്ങിച്ചു തന്ന, അമ്മേനെ വിളിക്കുന്നത് നീ എടി തള്ള. അപ്പോൾ വീട്ടിൽ നമുക്ക് കിട്ടാത്ത റെസ്പെക്റ്റ് ഒരിക്കലും നമുക്ക് പുറത്തുനിന്ന് കിട്ടില്ല. ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം നമ്മൾ വീട്ടിൽ ഇതെല്ലാം ഹറാസ്മെൻ്റ് ഒക്കെ അനുഭവിച്ചിട്ട് സ്കൂളിൽ ചെന്നാലും നമ്മുടെ ഓഫീസിൽ ചെന്നാലും നമ്മുടെ സ്ഥാപനത്തിൽ ചെല്ലുമ്പോൾ എങ്ങനെയെങ്കിലും നമ്മളിൽ നിന്ന് ആ ഒരു വൈബ്രേഷൻ ഉണ്ടാവും. അത് നമ്മുടെ പ്രവൃത്തിയിലുണ്ടാവും, സംസാരത്തിലുണ്ടാവും, നമ്മുടെ ശരീരഭാഷയിലുണ്ടാവും, നമ്മുടെ ഡ്രസ്സിങ്ങിലുണ്ടാവും. എന്തിനേറെ പറയുന്നത് നമ്മളെ മറ്റൊരു വ്യക്തിയാകും. അപ്പോൾ ഏറ്റവും സന്തോഷത്തോടെ നമുക്കൊന്നുമില്ലെങ്കിലും നമുക്ക് സന്തോഷം എന്നുള്ളത് കണ്ടെത്തണം. ഓരോ മനുഷ്യനിലുമാണ് അവനവൻ്റെ സന്തോഷം ഇരിക്കുന്നത്. ചിന്തിക്കുക, നമ്മുടെ കുട്ടികൾ പറയുന്നത് ആവശ്യമുള്ള കാര്യങ്ങളാണെങ്കിൽ അത് അംഗീകരിച്ചു കൊടുക്കുക. അനാവശ്യ കാര്യങ്ങളാണെങ്കിൽ നോ പറയേണ്ടടുത്ത് നമ്മൾ നോ പറയുക തന്നെ ചെയ്യണം. അപ്പോൾ അതുകൊണ്ടും ഇവനെ ഒരുപാട് ആൺകുട്ടിയായതിൻ്റെ പേരിൽ ഇവനെ ഒരുപാട് കൊഞ്ചിച്ചിരുന്നു. കൊഞ്ചിച്ചെന്ന് പറഞ്ഞാൽ ഇവനൊന്ന് കരഞ്ഞാൽ ഇവരപ്പം അവൻ പറയുന്ന കാര്യം സാധിച്ചു കൊടുക്കും. ആ പെൺകുട്ടിയോട് അവർക്ക് അത്ര വലിയ അറ്റാച്ച്മെൻ്റൊന്നും ഈ അമ്മയ്ക്കില്ല. പക്ഷെ അച്ഛൻ അങ്ങനെയല്ല. അച്ഛന് 2 കുട്ടികളും ഒരേപോലെ തന്നെയാണ്. അച്ഛൻ ലീവിന് വരുമ്പോൾ, അവധിക്ക് വരുമ്പോഴൊക്കെ അവർ യാത്ര പോകാറുണ്ട്, അവനാവശ്യമുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ഇവർ പറയും ഇടയ്ക്ക്, നിൻ്റെ അച്ഛനോട് പറഞ്ഞു കൊടുക്കും, നിൻ്റെ അച്ഛനെ കൊണ്ട് വാങ്ങിപ്പിച്ചു തരാം, എൻ്റെ കാശില്ല, ഞാൻ വാങ്ങിച്ചു തരില്ല. അങ്ങനെ പിന്നെ ആ വാക്കുകൾ വേറൊരു തലത്തിലേക്കാണ് പോകുന്നത്. അവിടെ ആർക്കും കേട്ട് നിൽക്കാൻ പറ്റുകയില്ല. അപ്പോൾ അടുത്തുള്ള വീട്ടുകാരൊക്കെ ചോദിക്കും, അയ്യോ ടീച്ചറിൻ്റെ വീട്ടിൽ നിന്ന് യുദ്ധം തുടങ്ങിയിട്ടുണ്ട്, കേൾക്കാൻ പാടില്ലാത്ത കുട്ടികൾക്ക്, നമ്മുടെ വീട്ടിലെ കുട്ടികൾ കേൾക്കാൻ പാടില്ലാത്ത വാക്കുകളൊക്കെയാണ് വിളിച്ചു പറയുന്നത്. എന്ത് കഷ്ടമാണ് ഇങ്ങനെ പറയുന്നത്. ഇവരൊരു ടീച്ചറല്ലേ, ഒന്നുമില്ലെങ്കിലും ഇത്രയധികം കുട്ടികളെ വളർത്തുന്ന ഈ ടീച്ചറിന് സ്വന്തം മോനെ വളർത്താൻ എന്താ പറ്റാത്തതെന്നൊക്കെ ചോദിക്കും. ഞാനിവിടെ വന്ന് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെയുള്ള മറ്റുള്ളവരുടെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടാറില്ല. അപ്പം മിക്ക ദിവസങ്ങളിലും ഈ ടീച്ചർ എൻ്റെ വീട്ടിലേക്ക് വരും. എന്നോട് വലിയ കൂട്ടൊന്നുമില്ല കേട്ടോ. ഇവിടെയുള്ള എൻ്റെ ഡോക്ടർ മീരയോടാണ് പുള്ളിക്കാരത്തേക്ക് അറ്റാച്ച്മെൻറ്റും. അവർ നല്ല കൂട്ടാണ്, സംസാരിക്കാൻ വരും. മീരയോട് മോൻ്റെ കാര്യങ്ങളൊക്കെ പറയും. അപ്പം മീര നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. പക്ഷെ ഇതൊന്നും ഈ ടീച്ചർ കേൾക്കത്തില്ല കേട്ടോ. ഈ പുള്ളിക്കാരത്തി ശരിക്കും ടീച്ചറല്ല, അമ്മയാണ് ആ വീട്ടിൽ. അമ്മയെന്ന് പറഞ്ഞാൽ അവന് ഒപ്പം ഇങ്ങനെ കടിച്ചു കീറാൻ നിൽക്കുകയാണ് ഈ അമ്മ. അപ്പോൾ ഒരു വാക്കിന് പോലും എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, അവൻ കുറേ സംസാരിച്ച് നെഗറ്റീവ് അടിച്ച് വരുമ്പോൾ, തള്ളേന്ന് വിളിക്കുമ്പോൾ, എടീന്ന് വിളിക്കുമ്പോൾ നമുക്ക് മിണ്ടാതിരിക്കാം അല്ലേ? മിണ്ടാതിരുന്നിട്ട് ആ വഴക്കെല്ലാം കഴിഞ്ഞതിന് ശേഷം അവൻ ശാന്തനാകുമ്പോൾ അവനെ പറഞ്ഞ് മനസ്സിലാക്കാം. ഇല്ലെങ്കിൽ എന്നെക്കൊണ്ട് കഴിയുന്നില്ല എങ്കിൽ മറ്റൊരു ആളെ കൊണ്ട് അവനെ സംസാരിപ്പിക്കുക, അവന് നല്ലൊരു കൗൺസിലിംഗ് കൊടുക്കുക. കൗൺസിലിംഗ് മീൻസ്
ചില കുട്ടികൾക്ക് കൗൺസിലിംഗ് കൊടുത്താൽ കുട്ടികൾ ഉണ്ടായിരുന്ന സ്വഭാവം കൂടെ മാറി വളരെ ക്രിമിനലായിട്ട് പോകുന്ന ക്രിമിനൽസിനെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അത് വേറൊരു വശം. അപ്പോൾ അത്രയും നമുക്കറിയാവുന്ന വിശ്വാസമുള്ള ഏതെങ്കിലും ഒരു ഡോക്ടറെ കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജനപ്രതിനിധി നല്ല സ്വഭാവമുള്ള വ്യക്തിത്വമുള്ള ഒരു ആളെ കൊണ്ട് സംസാരിപ്പിക്കുക, അവനെ മനസ്സിലാക്കി കൊടുക്കുക. ഇതാണ് കേട്ടോ എൻ്റെ എളിയ ബുദ്ധിയിൽ തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതൊന്നും ചെയ്യാതെ ഈ കടിച്ചു കയറി ആ വീട്ടിൽ. അപ്പോൾ മൂത്ത കുട്ടി പഠിക്കുകയാണ്, BA-ക്കാണ്. അവൾക്കാണെങ്കിൽ പഠിത്തത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല. ഇവർ തമ്മിൽ അടിയും വഴക്കും ആകുമ്പോൾ ഈ പെൺകുട്ടിയാണ് ഇവിടെ ശരിക്കും ബലിയാടാവുന്നത്. അവൾ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ അവൾ കോളേജിൽ പോകുന്ന കാരണം തരക്കേടില്ലാത്ത ഒരു ആൾക്കാരാണ് ഇവർ. സാമ്പത്തികമൊക്കെ ആണെങ്കിലും വളരെ പെർഫെക്റ്റ് ആണ്. പക്ഷേ ആ കുട്ടി തല കുനിച്ച് ഒരു ഡ്രസ്സ് അലവലാതി ഡ്രസ്സിട്ട് ഇപ്പോഴത്തെ പെൺകുട്ടികളെ കണക്ക് ഒരു മോഡേണായിട്ട് നടക്കുമോ, ഒരു ചുരിദാറിട്ട് തലമുടിയൊക്കെ ചീകി കെട്ടാതെ ഒരു മഞ്ഞ ബാഗും ഒരു കോടയും പണ്ട് ചില സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ അതേ രീതിയിലാണ് ആ കുട്ടി നടക്കുന്നത്. കാരണം അവളോട് നല്ലൊരു വീട്ടിലെ ഒരു പെൺകുട്ടികളും കൂട്ടുകൂടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആ പ്രദേശത്തുള്ള എല്ലാ വീട്ടുകാർക്കും ഒരു ഇവരുടെ വീട്ടിലെ ഈ സ്വഭാവവും ഒച്ചപ്പാടും ബഹളും. അവളാണേലും വളരെ ഗ്ലൂമി ആയിട്ടാണ് തലകുനിച്ചാണ് നടക്കുന്നത്. അവൾ ഒരു വീട്ടിൽ പോയി സംസാരിക്കുകയോ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയോ ചെയ്യാത്തൊരു കുട്ടിയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർ വീട്ടിലേക്ക് വരുന്നത്. മീരേനെ അന്വേഷിച്ചു വന്നു. അപ്പം ഞാൻ പറഞ്ഞു, മീര ഇവിടെ ഇല്ല, മീരയ്ക്ക് എൻ്റെ നൈറ്റ് ഡ്യൂട്ടിയാണ്, കയറിയിരിക്കും, നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അവരെന്തോ ചിന്തിച്ചിട്ട്, കാരണം എന്നോട് അത്ര അടുപ്പമില്ലല്ലോ, പുള്ളിക്കാരത്തി വന്നു കേട്ടോ. പുള്ളിക്കാരത്തി കയറി സെറ്റിയിലിരുന്നു. അപ്പം ഇവരെന്നോട് പറഞ്ഞു, ഞാൻ സംസാരിക്കാൻ വന്നത്, ഞാൻ പറയട്ടെ, എനിക്ക് ഇച്ചിരി ആശ്വാസം വേണം. അപ്പോൾ ഒരു സ്ത്രീ നമ്മളോട് ആശ്വാസത്തിന് വേണ്ടി സംസാരിക്കാതെ നമ്മളത് ചെവി കൊടുക്കണം. കൂടുതലും ആൾക്കാർക്ക് നമ്മളെ ഒന്ന് കേൾക്കാൻ ആരുമില്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. അവർക്ക് അവരുടെ ഭർത്താവിനോട് സംസാരിക്കാൻ പറ്റുന്നില്ല, അവരുടെ മകളോട് സംസാരിക്കാൻ പറ്റുന്നില്ല. ആകെയുള്ള അടിയും പിടിയും ഈ മകനോടാണ്. അപ്പോൾ അവരെന്നോട് മനസ്സ് തുറന്ന് സംസാരിക്കുകയാണ് അവരുടെ സ്വഭാവത്തിനെ കുറിച്ച്. അവർ ഒരു ഘട്ടം വന്നപ്പോൾ അവർ പൊട്ടിക്കരഞ്ഞു. അപ്പോൾ സത്യത്തിൽ ഞാൻ വേണ്ടിപ്പോയി. കാരണം എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാഴ്ച കാണുമ്പോൾ ഞാൻ കരയും. കാരണം ഞാൻ വളരെ സെൻസിറ്റീവാണ്. ഞാൻ എന്തൊക്കെ ഞാൻ ഹാർഡായിട്ട് സംസാരിച്ചാലും റഫായിട്ട് പെരുമാറിയാലും എൻ്റെ ഉള്ളിൽ ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ കരഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ആ സ്ത്രീയുടെ ഒപ്പം ഇരുന്ന് ഞാനും കരയിച്ചത്. പിന്നെ പെട്ടെന്ന് ഞാൻ തിരിച്ചു വന്നു. ഞാൻ പ്രാക്ടിക്കലായി ഞാൻ കരയില്ല ടീച്ചർ, ഞാനൊരു കാര്യം പറയാം. അവന് ഏതെങ്കിലും മെഡിക്കൽ കോളേജിൽ ക്യാൻസർ വാർഡ് അല്ലെങ്കിൽ എറണാകുളം ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ക്യാൻസർ വാർഡിൽ കൊണ്ടുപോയിട്ട് കാണിക്കണം എന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് ആ സിറ്റുവേഷനിൽ ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത്. പക്ഷെ ബാക്കിയും കൂടെ കേൾക്കാൻ ആ ടീച്ചർ സന്മനസ് കാണിച്ചില്ല. അത്രയും അറിവുള്ള അത്രയും കുട്ടികളെ പഠിപ്പിക്കുന്ന അത് ഒരു അധ്യാപികയല്ലേ. പുള്ളിക്കാരത്തേക്ക് ഞാൻ പറയുന്ന മുഴുവനും ഒന്ന് കേൾക്കാമായിരുന്നു. അവർ പറയുന്നത് മുഴുവനും ഞാൻ കേട്ടതല്ലേ. അവരെന്നെ ആ മോനെ വിളിക്കുന്ന കാട്ടിയും പച്ച തേറി എൻ്റെ ജീവിതത്തിൽ ഞാൻ കേട്ടിട്ടില്ല. ഇങ്ങനെ തേറി പറയുന്ന സ്ത്രീകളുണ്ട്. ആ പച്ച തേറിയും കൊണ്ട് ഞാൻ ആ ഷോക്കിന്ന് ഒന്ന് വരുമ്പോഴത്തേക്കും ആ ടീച്ചർ എൻ്റെ ഗേറ്റും തുറന്ന് പുറത്തിറങ്ങിയിരുന്നു. അവർ നേരെ പോയത് നമ്മുടെ ഇവിടെ ഒരു ജനപ്രതിനിധിയുണ്ട്, ജോണേട്ടൻ എല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന ജോൺ മാത്യു. പുള്ളിക്കാരൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ ഇവരുടെ മോനെ ക്യാൻസർ പേഷ്യൻ്റ് ആണെന്നും ക്യാൻസർ വാർഡിൽ കാണിക്കാമെന്നും എന്നും പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു കൂട്ടായ്മയുണ്ട് കേട്ടോ. എല്ലാ ആൾക്കാരും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും സൊറ പറഞ്ഞിരിക്കുക, കാര്യങ്ങൾ സംസാരിക്കുക, ചില നല്ല കാര്യങ്ങൾ ആ വാർഡിലേക്ക് തീരുമാനിക്കുക, എല്ലാവരും ഒരേപോലെ നിന്ന് അങ്ങനെ. പിന്നെ ആ കൂട്ടായ്മക്കാർ തന്നെ ഓരോ ടൂറൊക്കെ പോകാറുണ്ട്. അപ്പോൾ ജോണേട്ടൻ ഇതേപോലെ എൻ്റെ കൂടെ വന്നു. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കയറി വരുന്നുണ്ടപ്പോഴത്തേക്കും ഞാൻ ജോണേട്ടൻ എന്തിനാ ഇങ്ങോട്ട് വരുന്നേ എന്ന് ചോദിച്ചു. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്കും കൂടി ഞാൻ ജോണേട്ടനെ കണ്ടോളൂ, എന്തെങ്കിലും പറയാനാണെങ്കിൽ ജോണേട്ടൻ അപ്പോൾ പറയാമായിരുന്നല്ലോ എന്ന് വിചാരിച്ചു. ജോണേട്ടൻ കയറി വന്നിട്ട് എന്നോട് പറഞ്ഞു, നമ്മുടെ ടീച്ചർ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു, ബീന ടീച്ചറിൻ്റെ മോന്
ക്യാൻസർ ആണെന്ന് പറഞ്ഞു. അവനെ മെഡിക്കൽ കോളേജിലോ ഗവൺമെൻറ് ഹോസ്പിറ്റലിലോ കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ജോണേട്ടാ ഞാൻ പറഞ്ഞത് സത്യമാണ്, പക്ഷെ അവൻ പേഷ്യൻ്റ് ആണെന്നല്ല പറഞ്ഞു. ഞാൻ പറയാൻ വന്നത് മുഴുവനും അവർ കേട്ടില്ല. അപ്പോൾ അവരുടെ മകനെ നമ്മൾ കുറ്റം പറഞ്ഞാലോ. ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് കേട്ടോ കുട്ടി സിഗരറ്റ് വലിക്കുന്നത്, കനാലിൻ്റെ സ്റ്റെപ്പിൽ സിഗരറ്റ് വലിക്കുന്ന അവനവൻ്റെ കൂട്ടുകാരൻ. സിഗരറ്റിൽ തുടങ്ങി കഞ്ചാവിലേക്കും നാളെ അത് വളരെ വളരെ രാസലഹരിയിലേക്കും അവൻ പോകാം. പക്ഷേ ഞാനത് ചെന്ന് അവരോട് പറഞ്ഞാൽ അവരംഗീകരിക്കുകയല്ലോ. കാരണം പുറത്തുനിന്നുള്ള ഒരാൾ നമ്മുടെ മക്കളെ കുറ്റം പറഞ്ഞാൽ, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ പോലും ഒരു മാതാപിതാക്കളും അംഗീകരിച്ചു തരില്ല. എനിക്ക് ഒത്തിരി സ്വന്തമായിട്ട് അനുഭവങ്ങളുള്ളത്, അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ല. പിന്നെ അവനെന്ന് പറഞ്ഞാൽ എനിക്ക് അവനോടൊരു ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു. കാരണം 17 വയസ്സുണ്ടെങ്കിൽ എന്നെ കാണുമ്പോഴത്തേക്കും അവൻ എൻ്റെ വീട്ടിലേക്ക് വരും കേട്ടോ. വീട്ടിലേക്ക് വന്നിട്ട് അന്ന് എനിക്ക് ബുള്ളറ്റായിരുന്നു. അപ്പോൾ ഇവനെ ചോദിക്കും എനിക്കൊന്ന് ഓടിക്കാൻ തരും. എടാ 14-15 വയസ്സുള്ള നിനക്ക് ഞാൻ വണ്ടി ഓടിക്കാൻ തന്നിട്ട് ഞാൻ പോയി ജയിലിൽ കിടക്കണം. പിന്നെ ഇപ്പോൾ ജാവ എടുത്തപ്പോഴത്തേക്കും അവൻ വരും. അവൻ വന്നിട്ട് എനിക്കിപ്പോൾ 17 വയസ്സായി, ഒന്ന് ഓടിക്കാൻ തരും. അപ്പം നീ ഓടിക്കാൻ തരുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഈ മുറ്റത്തിട്ടൊന്ന് ഓടിച്ചോ, അല്ലാതെ ഞാൻ ഗേറ്റിന് വെളിയിലേക്ക് പോകാൻ ഞാൻ തരില്ല. കാരണം എനിക്ക് ജയിലിൽ പോയി കിടക്കാൻ പറ്റില്ല. ഇപ്പോൾ ലൈസൻസും കട്ട് ചെയ്യും, ഞാൻ പോയി ജയിലിൽ കിടക്കണം. നിനക്ക് സുഖമായിട്ട് നിൻ്റെ അമ്മയുടെ കൂടെ വീട്ടിൽ താമസിക്കാൻ പറ്റും, എനിക്ക് പറ്റില്ലല്ലോ, ഞാൻ ജയിലിൽ കിടക്കണ്ടേ എന്നൊക്കെ എന്നോട് സരസമായി പറയും. അപ്പം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ ഇവനോട് പറഞ്ഞു, എടാ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി, നീ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ലെന്ന് ചോദിച്ചപ്പോൾ ഇവൻ എടുത്ത വായിൽ എന്നോട് പറയണം, സബ്സ്ക്രൈബ് ചെയ്യാനോ? ഞാൻ കണ്ടിരുന്നു. അയ്യേ, ഇതാണ് ചാനലിലിടുന്ന വീഡിയോസ്, നാണു ഇല്ലേ? പർദ്ദ പോലത്തെ ഉടുപ്പ് വിട്ട് ഒരുമാതിരി എരുമ മുഖവും വെച്ചിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് തള്ളേ? ഇങ്ങനെയാണ് യൂട്യൂബ് ചാനലിൽ വീഡിയോസ് ചെയ്യുന്നത്? മുഖത്തൊരു വികാരവും ഇല്ലാതെ അതേ ഇല്ല. യൂട്യൂബ് തുറന്ന് നോക്കും, കുറെ പേരുകൾ ഇവൻ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു യൂട്യൂബ് ചാനലിൽ. പന്തം വിട്ട് കുന്തം മെഴുകിപ്പോയി ഞാൻ സത്യത്തിൽ. അതേപോലത്തെ നിങ്ങളെ കണ്ടാലേ 10-55 വയസ്സൊന്നും പറയില്ല. നിങ്ങളല്ലേ പറഞ്ഞു 50 വയസ്സുണ്ട്, 55 വയസ്സുണ്ട്, 60 വയസ്സുണ്ടെന്ന്. നിങ്ങൾ വളരെ ചെറുപ്പത്തല്ലേ. നിങ്ങൾ അങ്ങനെയുള്ള വീഡിയോസൊക്കെ ചെയ്യും. അല്ലാതെ ഇതൊക്കെ ആര് കാണാനാ? വല്ലതും ഈ ഹിന്ദിക്കാരോ അല്ലെങ്കിൽ വല്ലതും വീട്ടിൽ തളർന്നു കിടക്കുന്ന കിളവന്മാരോ കിളവികളൊക്കെ കാണും, അല്ലാണ്ട് ചെറുപ്പക്കാരൊന്നും കാണൂല. അവരെയൊക്കെ നിങ്ങളുടെ ചാനലിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ വേറെ നിർത്തണ പോടാ പട്ടി എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞു. അന്ന് കഴിഞ്ഞപ്പോൾ അവൻ എൻ്റെ വീട്ടിലേക്ക് വരില്ല. പക്ഷെ അതുമൊക്കെ അവരുടെ അമ്മയോട് പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. ഇതെല്ലാം ഞാൻ ജോണേട്ടനോട് പറഞ്ഞു. അപ്പോൾ ജോണേട്ടൻ പറഞ്ഞു ശരി ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ജോണേട്ടനോട് പറഞ്ഞു, ജോണേട്ടൻ ഞാൻ പറയാൻ വന്നത് അവൻ്റെ അമ്മയോട്, അവൻ്റെ ഈ അനാവശ്യകരമായ ആവശ്യങ്ങളും വാശികളും മാറ്റണമെങ്കിൽ അവൻ പുറത്തിറങ്ങി അവൻ ജീവിതങ്ങൾ കാണണം. വേദനിക്കുന്ന ക്യാൻസർ ബാധകളിലും പച്ചയ്ക്ക് പുഴു തിന്ന് തീർക്കുന്ന ജീവിതങ്ങളെ കാണിച്ചു കൊടുക്കണം. മക്കൾ അപ്പം അറിയും നമ്മൾ ദൈവത്തിനോളം, ദൈവത്തിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ദൈവത്തിന് വേണ്ടപ്പെട്ടവരാണെന്ന് അറിയും. ഒരു വാശിയും ഉണ്ടാവില്ല, അവൻ്റെ എല്ലാ സ്വഭാവങ്ങളും മാറും എന്നാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ ചെറിയ ബുദ്ധിയാണ്, ആ ബുദ്ധിയിൽ ഞാൻ പറഞ്ഞതാണ്. ശരിയാണ്, നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുള്ളത് അനാവശ്യമായിട്ട് അവരുടെ വാശിക്ക് എല്ലാം സാധിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വേദനിക്കുന്നവരുടെ അടുത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടാവും. നമ്മുടെ കുഞ്ഞുങ്ങളെ വേദന കാണാതെ വളരണമല്ലേ. ഒരു നേരത്തെ ഭക്ഷണത്തിനും ഒരു നേരത്തെ മരുന്നിനും ചില ഹോസ്പിറ്റലുകളിൽ മിഷൻസ് വേഗം പെട്ടെന്ന് കേടായിപ്പോകും. അപ്പോൾ ഒരു കീമോ ചെയ്യാൻ, അത്യസനയിൽ നിൽക്കുന്ന ഒരു രോഗിക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ, ഒരു സ്കാൻ ചെയ്യാൻ പുറത്തേക്ക് എഴുതി കൊടുത്താൽ അത് ചെയ്യാൻ പോലും പൈസ ഇല്ലാതെ വെമ്പി നിൽക്കുന്ന, തൻ്റെ പ്രിയപ്പെട്ടവർ വേദനിക്കുന്ന കാണാനാവാതെ പുറം തിരിഞ്ഞു നിന്ന് വേദനിച്ച് കരയുന്ന ഒരുപാട് ജനങ്ങളെ നമുക്ക് ഈ ഹോസ്പിറ്റലുകളിൽ കാണാൻ പറ്റും. ഒരു നേരത്തെ മരുന്ന്, ഒരു കീമോകൾ അവർക്ക് നിങ്ങൾ നേരിട്ട് കൊണ്ട് കൊടുക്കണം. നിങ്ങളായിരിക്കും അവരുടെ ദൈവം. ഞാൻ അതേ പറഞ്ഞോളൂ, സത്യം, ഞാൻ അതേ പറഞ്ഞോളൂ. അതാണ് പറയാൻ വന്നത് അവരോട്. പക്ഷെ അവർ വേഗം തെറ്റിദ്ധരിച്ചു പോയി. ജോണേട്ടൻ പോയി, ജോണേട്ടനും ജോണേട്ടൻ്റെ കൂടെയുള്ള കൂട്ടുകാരും ഫാമിലികളും ഒക്കെ പോയി എന്ന് പറഞ്ഞു.
കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയി അവർ ക്യാൻസർ പേഷ്യൻസിനെ കണ്ടു. അവർക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തു. അവർക്ക് പുതയ്ക്കാൻ പുതപ്പുകൾ വാങ്ങിച്ചു കൊടുത്തു, ഉടുക്കാൻ ഉടുപ്പുകൾ വാങ്ങിച്ചു കൊടുത്തു. അവർക്ക് ചിലവർക്ക് സ്കാൻ ചെയ്യാനുള്ള ഇത് കൊടുത്തു, ചിലവർക്ക് മെഡിസിൻ വാങ്ങിച്ചു കൊടുത്തു, ചിലവർക്ക് ഫ്രൂട്ട്സ് വാങ്ങിച്ചു കൊടുത്തു. ശരിയാണ്, നമുക്ക് എല്ലാം കൂടി ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്തെങ്കിലും ഒന്ന് ചെയ്യാം. നമുക്ക് അവരെ കാണാൻ പോകുമ്പോൾ അവർക്ക് ഒരു ഓറഞ്ച് മേടിച്ചുകൊണ്ട് പോകാം. ഇല്ലെങ്കിൽ വാശി പിടിച്ച് തരുന്ന നമ്മുടെ മക്കളെ നമ്മൾ അവിടെ കൊണ്ടൊന്ന് കാണിക്കുക. അവർ നന്മയിൽ വളരാൻ, നല്ലൊരു മനുഷ്യനായി വളരാൻ അവർക്കത് ഏറ്റവും ഗുണം ചെയ്യും. അപ്പോൾ അവർ പോയതും അത് ഞാൻ പറഞ്ഞത് കൊണ്ടാണെന്നും ഒക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ ജോണേട്ടൻ വന്നതും എന്നോട് താങ്ക്സ് പറഞ്ഞതും ഒക്കെ. അപ്പോൾ അത്രേ ഉള്ളൂ. അത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. കാരണം ഞാൻ പറയുന്ന കാര്യം ഞാൻ നന്മമാരുമല്ല, പക്ഷെ ഞാൻ ചെയ്ത നന്മ പ്രവൃത്തികളാണെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അപ്പം അത് ഒരാളെങ്കിലും ജീവിതത്തിൽ പ്രാബല്യത്തിൽ വരുത്തിയാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കാണ് അതിൻ്റെ പുണ്യം കിട്ടുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മൾ ചെയ്യുന്നത് കണ്ട് കുറേയെങ്കിലും ഒരു 99% പ്രശ്നങ്ങളും കുടുംബത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളിൽ നമ്മൾ തന്നെയാണ് കാരണക്കാർ. നമ്മളാണ് നമ്മുടെ മക്കളെ ചീത്തയാക്കുന്നത്, മറ്റാരുമല്ല. വീട്ടിൽ കിട്ടാത്ത ഒന്നും പുറത്ത് കിട്ടില്ല. അത് വീട്ടിൽ കിട്ടാത്തത് പുറത്ത് കിട്ടുന്നത് നെഗറ്റീവ് മാത്രമാണ്. ഫോണിലാണെങ്കിലും കൂട്ടുകാർക്കിടയിലാണെങ്കിലും സ്കൂളിലും കോളേജിലും എന്തിനും പൊതു ഇടങ്ങളിൽ പോലും അവർക്ക് നെഗറ്റീവ് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിലേക്കൊന്നും പോകാതെ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെപ്പോലെ നല്ലവരായിട്ട് വളരാനും ജീവിക്കാനും സമൂഹത്തിന് നല്ല സന്ദേശങ്ങൾ കൊടുക്കാനും നമുക്ക് അവരെ നല്ല മനുഷ്യരാക്കി വളർത്താം. അതുകൊണ്ട് ദയവ് ചെയ്ത് ഞാൻ നിങ്ങളോട് പറയാണ്, ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതേപോലെ എവിടെയെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് കാണിക്കണം. ഒരിക്കൽ കൂടി പറഞ്ഞു കേട്ടോ. വളരെ താങ്ക്സ് എന്നെ കേട്ടതിന്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.